അപ്പുറത്തെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? കൃഷ്ണൻ വൈദ്യരുടെ മോനും ഭാര്യയുമാ. നിങ്ങൾ ബന്ധുക്കളല്ലേ? വൈദ്യര് മരിച്ച പിന്നെ വലിയ ബന്ധമൊന്നും ഇല്ല. അവരെന്തു ഭാവിച്ച ഈ പ്രേതാലയത്തിലേക്ക് വന്ന് കയറിയേ? ഇവരൊക്കെ കിട്ടിയാലേ പഠിക്കൂ. ഇനി എന്തൊക്കെ പുകിലാണോ നടക്കാൻ പോകുന്നത്? ആ, വിധി അല്ലാതെ എന്തോ പറയാന്. പോന്നേച്ചി. താനിവിടെ ഉണ്ട്, ചാടാൻ നിൽക്കാമോ? കുളക്കടൊക്കെ മാറി കോളേജിൻ്റെ ഓണാവധിക്ക് അവസാനം ഇവിടെ വന്നത്. ആദ്യയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ മാധവി എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടെന്ന്. ആത്മഹത്യ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ കേട്ട് കഥയല്ലേ? എന്ത് ആദ്യക്ക് ഇതിലൊന്നും വിശ്വാസമില്ലേ? നാട്ടുകാർ ആത്മഹത്യ എന്ന് പറയുന്നു, മുത്തശ്ശി കൊലപാതകം എന്നൊക്കെ പറയുന്നു. എനിക്ക് വലിയ താല്പര്യമില്ല. ഈ സ്ഥലമൊക്കെ കണ്ട ഒരു ആത്മഹത്യയുടെ സ്കോപ്പൊക്കെ ഉണ്ട്. അതിനുശേഷം ഇവിടെ കുറേ ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ വേഗം താമസിക്കാനൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ യക്ഷിയൊക്കെ കണ്ടെന്നാ കുറേ പേര് പറയുന്നത്. യക്ഷിയുടെയോ? ഇവിടെയോ? പിന്നെ ഇത്രയും നല്ല സ്ഥലത്ത് ഒരു മനുഷ്യൻ പോലും താമസിക്കില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലൊക്കെ വിശ്വസിക്കുമോ? എനിക്ക് ഇതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. വേറെ കേട്ട് കഥകളല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തായാലും എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മോക്ക് എന്നെ മനസ്സിലായോ? ഇല്ല, ഞാൻ ആദ്യം അമ്മായി. ആദ്യം ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? ആദ്യം കുറച്ച് ആവശ്യമായിട്ട് പുറത്ത് പോയിരിക്കുക. പ്രശ്നം പോയി. നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റില്ല. ആദ്യമേ ചെറുപ്പത്തിൽ കണ്ടതാ. അമ്മായി കയറിയിരിക്കും. നിങ്ങൾ എത്ര നാൾ ഇവിടെ കാണും? തീരുമാനിച്ചിട്ടില്ല. ആദ്യം എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുക. പിന്നെ കുറച്ച് നാളായിട്ട് ഞാനും ആദ്യം കുറച്ച് പേഴ്സണൽ ആവശ്യത്തിൻ്റെ പേരിൽ ലീവ് എടുത്തിരിക്കുക. അതിനുശേഷം പോകാനാണ് പ്ലാൻ. ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ അറിഞ്ഞായിരുന്നു. പക്ഷേ ഇത് അത്ര നല്ല സ്ഥലമൊന്നും അല്ല. നാളിവിടെ നിൽക്കണ്ട, വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്കും. ഇവിടെ ഒത്തിരി ദുർമരണങ്ങളൊക്കെ നടന്നിട്ടുള്ളതാ. ഞാനും കേട്ടിരുന്നു. ഇതൊക്കെ വെറും കെട്ടുകഥകളല്ലേ. പിന്നെ എനിക്കും ആദ്യം ഇതിലൊന്നും വിശ്വാസമൊന്നുമില്ല. ആ, വിശ്വാസമൊന്നും ഇല്ലാത്തതാണ് പ്രശ്നം. വൈദ്യരും ഭാര്യയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും നടക്കത്തില്ലായിരുന്നു. ഞങ്ങളുടെ ആദ്യം കൂടെ ഇതിൽ പെടുത്താതെ വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക്. ഞങ്ങളുടെ കാര്യം ഓർത്ത് എന്തായാലും അധികം ഒന്നും വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അമ്മായി വന്നാൽ എന്തായാലും ഞാൻ ആദ്യം അടുത്ത് പറഞ്ഞേക്കാം. പണ്ട് ചത്ത മാധവിക്കും ഇതേ അഹങ്കാരമായിരുന്നു. നിനക്കും അവളുടെ ബാധ കൂടിയിരിക്കുകയാണെന്നാ തോന്നുന്നു. ഇവിടെ വന്നു കയറുന്ന പെണ്ണുങ്ങൾക്കെല്ലാം ഇതേപോലെ അഹങ്കാരമാണ്. വൈദ്യരും ഭാര്യയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കത്തില്ലായിരുന്നു. അവരിതൊന്നും കാണാതെ മരിച്ചത് കാര്യമായി. ചേട്ടാ, ഒരു ചായ. മോനെ ആദിത്യനല്ലേ കൃഷ്ണൻ വൈദ്യരുടെ അവിടുത്തെ? അതെ. നിങ്ങൾ എത്ര ദിവസം ഇവിടെ കാണും? തീരുമാനിച്ചിട്ടില്ല, കുറച്ച് ദിവസം അവിടെ കാണും. ജോലി സ്ഥലം എവിടാ? എറണാകുളത്താ. അതിന് മുന്നേ എവിടെ ആയിരുന്നു? അതിനു മുമ്പ് കരുനാഗപ്പള്ളിയിലായിരുന്നു. ഓ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇല്ലിക്കല ഗീതേച്ചി അവിടെ പോയിന്ന്. എന്നിട്ട്? ആ പെണ്ണൊരു അഹങ്കാരിയാവും. അവൾക്ക് പേടിയും വിശ്വാസവും ഒന്നുമില്ല. അവളോട് തറവാട്ടിൽ നിൽക്കുന്നത് അത്ര നല്ലല്ലെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ദേഷ്യം ഒന്ന് കണ്ടതായിരുന്നു എന്നാ ഗീതേച്ചി പറഞ്ഞേ. അയ്യോ, അപ്പോൾ ആ പെണ്ണിന് ശരിക്കും ഭ്രാന്താണോ? എന്തായാലും ഒത്ത സ്ഥലത്തേക്കാണ് വന്നേക്കുന്നേ. ആ പെണ്ണിന് മാധവിയുടെ ബാധ കയറിയതാണെന്ന് എല്ലാവരും പറയുന്നത്. അവൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ കാണാമെന്ന് ഗീത പറയുന്നത് കേട്ടിട്ടുണ്ട്.
ഗീതേച്ചി മാധവിയെ കണ്ടു. അയ്യോ മോനെ, ഞങ്ങൾ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. അന്ന് ആദിയുടെ അമ്മായി വന്നപ്പോഴേക്കും മാധവിയല്ലേ അവരെ പേടിപ്പിച്ചോടിച്ചേ? എന്താ വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഏയ് അങ്ങനല്ല. മാധവിക്കറിയോ, എൻ്റെ ആദിയുടെയും വളരെ കാലത്തെ ആഗ്രഹമായിരുന്ന ഒരു കുട്ടിയാണെന്ന്. എന്തോ ദൈവം നടത്തി തന്നില്ല. ദൈവം തന്നൊരു കുഞ്ഞിനെ ദൈവം തന്നെ തിരിച്ചു വിളിച്ചു. പിന്നെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം കുറ്റപ്പെടുത്തൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമായിരുന്നു ഇങ്ങോട്ടേക്കുള്ള വരവ്. അതിനിടയ്ക്ക് ആദിയുടെ അമ്മായി വന്നിട്ട് എന്നെ അത്രയും വഴക്ക് പറഞ്ഞു. അവരുടെ അടുത്ത് എങ്ങനെ മാറണം, എന്ത് പറയണം എന്നറിയാതെ വന്നപ്പോഴാണ് മാധവി അവിടെ വന്നത്. അന്ന് മാധവി വന്നില്ലായിരുന്നെങ്കിൽ ദേവി, നീ ആരും നോക്കി സംസാരിക്കുന്നത്? മാധവി ഓ, ഏത് മാധവി? ആ യക്ഷിയോ? യക്ഷിയുടെ സംസാരിക്കാനുള്ള നിലയൊക്കെ എത്തിയോ നീ? നാട്ടുകാർ നിന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് അറിയോ? ആ കടയുള്ളത് നിനക്ക് ഭ്രാന്താന്നാ പറയുന്നത്. യക്ഷിയുടെ വാതിൽ നിനക്ക് കയറിയോ? അവളുടെ ഒരു മാധവി. നീ ഒന്നും പറയണ്ടവാ. ആദി വിടാതി, ഞാൻ പറയുന്ന കേക്ക്. പറയുന്ന കേക്ക്. ആദി അങ്ങനൊന്നും ഇല്ല. ആദി ഞാൻ പറയുന്നത് കേക്ക്. ആദി വിടാതി. ആദി പറയുന്നത് കേക്ക്. ആദി വിട്. ആദി 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 ഒന്ന് തുറക്കാതി പ്ലീസ്. ആദി എന്താ ആദി നീ പറഞ്ഞാ മനസ്സിലാക്കാത്തെ? ആദി ഞാൻ മാധവിയെ കണ്ടാതി, ഞാൻ മാധവിയായിട്ട് സംസാരിക്കുകയും ചെയ്ത്. ആദി എന്താ എന്നെ വിശ്വസിക്കാത്തെ? ആദി ഇതൊന്ന് തുറക്കാതി. ആ പെണ്ണിന് മാധവിയുടെ ബാധ കയറിയതാണെന്ന് എല്ലാവരും പറയുന്നത്. അവൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ കാണാമെന്ന് ഗീത പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ പെണ്ണിന് ശരിക്കും ഭ്രാന്താണോ? എന്തായാലും ഒത്ത സ്ഥലത്തേക്കാ വന്നേക്കുന്നത്. അയ്യോ മോനെ, ഞങ്ങൾ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. ഞാൻ ഗൗതമി വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവൾ എറണാകുളം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. മാധവി എവിടായിരുന്നു ഇത്രയും ദിവസം? കൊറേ ആയല്ലോ കണ്ടിട്ട്. ഞാനിവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ആദി കുട്ടിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു അല്ലേ? സാരമില്ല, ആദിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും അതിനെ ഒരുപാട് ഇഷ്ടമാണ്. അതെനിക്കറിയാം. മാധവി, ആ കാരണവരൊരു ദുഷ്ടനായിരുന്നല്ലേ? കാർന്നോര് മാത്രമല്ല, ഞങ്ങളുടെ തറവാട്ടിലുള്ളവരെല്ലാം ദുഷ്ടവർഗം തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തത് എൻ്റെ എന്തോ ദോഷം കൊണ്ടാന്നും അതുകൊണ്ട് കാർന്നോരെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചതും ഒക്കെ ഞങ്ങളുടെ തറവാട്ടിലുള്ളവർ തന്നെയാണ്. എന്നെ കൊല്ലാൻ കൂട്ടുനിന്നതും ഇവരൊക്കെ തന്നെയാണ്. നിനക്കറിയോ എന്നെ പോലെ എത്ര മാധവിമാർ ഈ കുളത്തിൽ ചത്തുപൊങ്ങിയിട്ടുണ്ടാവും? പക്ഷെ അവർക്കാർക്കും പ്രതികാരം ചോദിക്കാനൊന്നും കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ എൻ്റെ മരണത്തിന് കാരണക്കാരായവരെ എല്ലാം കൊന്നു. അതുകൊണ്ട് മാത്രമാണ് ഇവര് ഈ യക്ഷിക്കുളത്തെയും മാധവിയെയൊക്കെ ഭയക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദിയുടെ വല്യമ്മ കുട്ടിയെ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ സ്ഥാനത്ത് എന്നെയാ കണ്ടത്. നിന്നെ അടുത്ത മാധവിയാക്കാൻ കാത്തിരിക്കുകയായിരിക്കും ആ ദുഷ്ടവർഗം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾക്ക് താലോലിച്ച് വളർത്താൻ ഒരു കുട്ടി വേണമെങ്കിൽ അത് സ്വന്തം കുട്ടിയാവണമെന്നുണ്ടോ? അച്ഛനമ്മമാരുടെ വാത്സല്യം ആഗ്രഹിക്കുന്ന അനാഥരാക്കപ്പെട്ട എത്ര കുട്ടികളുണ്ടാവും നമ്മുടെ ലോകത്ത്. അതിലൊരു കുട്ടിയുടെ അച്ഛനും അമ്മയായിക്കൂടെ നിങ്ങൾക്ക്? പിന്നെ ഒരു കാര്യം, ഭാവിയിൽ നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായാലും നിങ്ങൾ എടുത്തു വളർത്തിയ കുട്ടിയോടുള്ള വാത്സല്യം ഒട്ടും കുറയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു കുട്ടിയെ എടുത്തു വളർത്തുന്നതിനെ പറ്റി ആലോചിച്ചൂടെ? ആ വരൂ, ഇരിക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷം? മോളെ കൂട്ടാൻ എന്നാ പോകുന്നേ? നന്നായിരിക്കട്ടെ. ദേവി ഇപ്പം ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അമ്മു,
കൗൺസിലർ ഇല്ലേ? ദേവി ഇവരുടെ കൂടെ ചെന്നോളൂ. അഞ്ജുനോട് കൂടി ഒന്ന് സംസാരിച്ചോളൂ. ഞാൻ മെഡിസിനൊക്കെ ആദ്യയിടയിൽ കൊടുത്തു വിട്ടേക്കാം. കുറച്ച് നാളുകൂടി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാം. ഓ താങ്ക് യു ഡോക്ടർ. ആദി, ദേവിക്കിപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എടോ, ദേവിയാണ് അഡോപ്ഷൻ്റെ കാര്യം മുന്നോട്ട് കൊണ്ടുവന്നത്. എനിക്ക് എൻ്റെ ചിന്തയുണ്ടായിരുന്നു, പക്ഷെ അവളെങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ട് അത് പറയാൻ പറ്റിയില്ല. പിന്നെ അവൾ പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇനിയൊരു കൊച്ചുണ്ടായാൽ ആ രണ്ടുപേരെയും ഒരേപോലെ സ്നേഹം നൽകുമെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അഡോപ്ഷൻ ചെയ്യാൻ കരുതിയത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവളൊരു നല്ല പാരൻ്റാകുമെന്ന്. ദെൻ മേ ബി ഐ ക്യാൻ ബിക്കം എ ഗുഡ് ഫാദർ ടു. ദേവി മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുന്ന സമൂഹത്തിന് തന്നെ ഇരയായിരുന്നു മാധവി. മാധവിയോട് തോന്നിയ എമ്പതി പക്ഷെ ദേവിയുടെ ഹീലിങ്ങിന് സഹായകരമായി. മാധവി എന്ന ക്യാരക്ടർ കാരണം നിങ്ങളുടെ ലൈഫിൽ ഇനിയൊരു നെഗറ്റീവ്സും ഉണ്ടാവില്ല. ഏയ്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഐ വിൽ ബി ദേർ ഫോർ യു. ഹാപ്പി ആയിട്ടിരിക്കും. ഓൾ ദി ബെസ്റ്റ്. കുഞ്ഞായ്ക്ക് എന്താ പേരിട്ടേക്കുന്നത്? മാധുരി.